ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്ന പഴം കൊണ്ടാണ്. മൂത്ത തേങ്ങയും മൂക്കാത്ത തേങ്ങയൊക്കെ ഉണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തേങ്ങ ചിരവാ പറഞ്ഞാൽ കുഞ്ഞ് തേങ്ങ, അതിനകത്ത് കുളുണും കൂടി ഇല്ല ചിരവാനായിട്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ചിരവെടുക്കും. കുറച്ച് പാലെടുക്കണേ. അങ്ങനെ കുറേശ്ശെ പറ്റുന്നതൊക്കെ ചിരവെടുത്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉപയോഗിച്ച് ചിരവണ്ടി എടുക്കണ്ടായിരുന്നു തോന്നുന്നത്. ഇതവിടെയൊക്കെ വെള്ളം വീണിട്ട് അങ്ങനെ ഇത് ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ മഴവെള്ളം വീണിട്ട് ഒരു ചായപാത്രം എടുത്തു. അതിൽ ശർക്കര ഒന്ന് ഉരുക്കാനിടണം. അമ്മ റെസിപ്പി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മോനും എന്താ അടുത്ത റെസിപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് വാഴയ്ക്കും ചീനച്ചട്ടിയും വെള്ളമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാനൊരു ജാറെടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. മൂത്ത തേങ്ങയും മൂക്കാത്ത തേങ്ങയും കൂടി ശരിക്കൊരു പായസത്തിന് വരുമായിട്ടുണ്ട്. ഇതിനെങ്കിലും ഞാൻ പാലെടുക്കുക. നമ്മുടെ ശർക്കര അങ്ങനെ ഉരുകി വന്നിട്ടുണ്ട്. ഇതങ്ങനെ ഒരുവിധം അങ്ങനെ അയ്യോ പോയിട്ടു അതിനകത്തെല്ലാം പെട്ടുപോയി. കഷ്ടം, വെയിറ്റ് കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടു. ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുറച്ച്. ഈ പച്ചരി മാത്രം അരച്ചിട്ട് ദോശ ഉണ്ടാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തിയെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തു. മോന് രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നതാണിത്. ഒരു സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാനത് രണ്ടും നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് രണ്ടൊന്ന് നെയ്യൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലൂടെ നമുക്ക് ഈ ശർക്കര പാനി അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി ശർക്കര പാനിയിലേക്ക് ഒന്ന് വെന്തോട്ടെ. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ. ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതേട്ടോ മോനെ നോക്കലും പാചകവും കൂടി കണ്ടോ? ചട്ടിൻ്റെ അവസ്ഥ കണ്ടോ? ഇതോ അടിപൊളിയായിട്ടോ. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഞാൻ അതേ അടുപ്പത്ത് തന്നെ ആ വെള്ളം മൊത്തം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സോപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതേട്ടോ കുറച്ച് സോപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പൈപ്പ് തുറന്ന് കളിക്കണമെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോൾ വേഗം ഇവിടെ നിന്ന് പോയി. ഇവിടെ കണ്ടോ, അമ്മ കാണാതെ വന്ന് പതുക്കെ അവിടെ പൈപ്പിൽ വെള്ളം തുറന്നിട്ട് കളിക്കുകയാണ്. അമ്മ അവിടെ പാചകത്തിലല്ലേ, അവനെ നോക്കില്ല എന്ന് കരുതി. ഇങ്ങനത്തെ വികൃതി കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അംഗൻവാടി ഇല്ല. നോക്ക് എന്ത് രസം വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ. വെള്ളത്തിൽ കളിച്ച് അടിയിട്ടോ. വടിയെടുക്കട്ടെ ഞാൻ. എന്നാ പിന്നെ വാ, പൈപ്പ് കൂട്ട്. ഇതാ അടുത്ത പരിപാടി. എന്ത് ഹാപ്പി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണം. നോക്കൂ, എത്ര അടി കിട്ടിയാലും ഓർമ്മയുണ്ടാവില്ല. അന്നേരം ഓർമ്മയുണ്ടാവും. വീണ്ടും ഇതന്നെ പരിപാടി. ഇതുണ്ടോ ആ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച്. നീ അടി ഇവിടെ ആ സൈഡൊക്കെ ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കി വേർവിട്ട് ആക്കി കൊടുത്താൽ പെട്ടെന്ന് പോരുവേ. ഇതുണ്ടോ ഞാൻ സൈഡിലുള്ളതൊക്കെ ഇതെങ്ങനെ ചട്ടകം കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുത്തേ. ഇനി ഒന്ന് വൃത്തിയായിട്ടൊന്ന് സോപ്പിട്ട് തേച്ച് കഴിക്കാൻ മതിയാവും കേട്ടോ, ക്ലീനാവും. ഇത് കണ്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും വേഗം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. നമ്മളെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മറന്നു പോകില്ലേ, അപ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്.
എന്ത് കട്ടിയായിട്ട് അടുക്കി പിടിക്കുന്നതും പോകും കേട്ടോ പെട്ടെന്ന്. ഇതാട്ടോ ക്ലീനായി. ഇഷ്ടം പോലെ തുണി നനച്ചിടാനുണ്ട്. ഇനി വേഗം തുണി നനച്ചിടണം. ഉടുപ്പ് ഞാൻ കഴിച്ചിട്ട് കണ്ടോ നനച്ചിട്ട് ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങൂല്ല. നനച്ചോണ്ട് വന്നേ. ഇതൊന്ന് തോരാൻ ഉണങ്ങാനുണ്ടാന്ന് വെച്ചാൽ വെയിൽ വരുന്ന സാധനമില്ല. ഇനി നാളെ രാവിലെ കാറ്റത്ത് ഇടാൻ ഇങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെ വെള്ളം തോരാൻ വെക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.